വെഡിങ് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരം. പേളി മാണി മറീന മൈക്കിൾ വിവാദം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുകഞ്ഞു തുടങ്ങി. അത് ഇനി വരും നാളുകളിൽ നല്ല രീതിയിൽ കത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും പേളിയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം മറീന പറഞ്ഞ വാക്കുകളോട് അല്ലെങ്കിൽ ഒന്നിച്ച് അങ്ങോട്ട് ഡൈജസ്റ്റഡ് ആയില്ല. പല കാര്യങ്ങളിലും എനിക്ക് അങ്ങോട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പേളിയുടെ ഭാഗത്തു നിന്ന് പേളിയുടെ വശവും കൂടി നമുക്ക് കേട്ടാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ പറ്റും. ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് പേളിയെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തത് പോയി കാണുക. ഞാൻ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പേളിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പേളിയുടെ ഭാഗത്താണ് ശരി എന്നതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോ, മറ്റൊരു എവിഡൻസും കൂടി ഞാൻ ഇതിനകത്ത് വെക്കാൻ പോവുകയാണ്. അതായത് ഈ പറയുന്ന മറീന പറഞ്ഞത് എന്താണ്? മറീന പറഞ്ഞത്, ആ ഇന്റർവ്യൂവിൽ മറീന പറഞ്ഞത്, എബി എന്ന് പറയുന്ന ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, ആ സമയത്താണ് പേളിക്ക് അല്ലെങ്കിൽ മറീനയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായത് അല്ലേ? അതായത് ഈ പറയുന്ന എബി എന്ന് പറയുന്ന പടം റിലീസായത് 2017 ഫെബ്രുവരി മാസം. അത് റിലീസായിട്ട് 2017 ഫെബ്രുവരി മാസം. വിനീത് ശ്രീനിവാസനാണ് അതിന്റെ നായകൻ. അപ്പോ ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അതിൽ തന്നെ ഇവര് പറയുന്നുണ്ട്, ഈ മറീന പറയുന്നുണ്ട്, അതിനുശേഷം പേളി അവിടെ പണി ചെയ്തിട്ടില്ല. അതിനുശേഷം അവിടെ ആങ്കർ ചെയ്തിട്ടില്ല. അതിനുശേഷം വേറൊരു ആങ്കറാണ് ത്രൂ ഔട്ട് ഉണ്ടായത്. അതായത് ഈ പറയുന്ന ഠമാർ പടാർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിനകത്ത് പേളി പോയിട്ട് എനിക്ക് ഒരു ലക്ഷ്മി നക്ഷത്രം വന്നു. ഇപ്പോഴും ലക്ഷ്മി നക്ഷത്രയാണ് ചെയ്ത്. ഇപ്പോൾ ആ പ്രോഗ്രാം ഉണ്ടോന്ന് അറിയത്തില്ല. നക്ഷത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെന്റെ പറയാൻ കാരണം, ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അതായത് 2017 രണ്ടാം മാസം, അതായത് 2017 രണ്ടാം മാസം ഈ പറയുന്ന എബി റിലീസാവുന്നു. എബി എന്ന് പറയുന്ന പടം റിലീസാവും. അതിന് മുമ്പ് അല്ലെങ്കിൽ ആ പടവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. അതിനുശേഷം 2019 5-ം മാസം എന്താണ് പേളിയുടെ കല്യാണം നടക്കുന്നത്. ആ കല്യാണ സമയത്ത് ഈ പറയുന്ന മറീനയും സോസിയൊക്കെ വന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവൾക്ക് ആശംസയൊക്കെ നേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഹായ്, നമസ്കാരം. ഞാൻ സ്വാസിക. ഹലോ, ഞാൻ മറീന. ഞങ്ങളിപ്പോൾ പേളിയുടെ വെഡിങ് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവൻഷ്യൻ്റെ ആണ് ഈ നടത്തുന്നത്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ സർവീസ് ഇസ് ഓൾസോ വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് ഫോർ പേളി ആൻഡ് അപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അതായത് 2017 ഇതുപോലൊരു വലിയൊരു അപമാനമുണ്ടായ മറീന എന്ത് ചെയ്യുന്നുണ്ട്? 2019 പേളിയുടെ വിവാഹത്തിനത് റിസപ്ഷനാണ്. ആ റിസപ്ഷനിൽ വന്ന് പേളിക്ക് എന്ത് ചെയ്യുന്നു? ആശംസകൾ നേടുന്നു. വളരെ സന്തോഷത്തോടെ ആശംസകൾ നേടുന്നു. അതെന്തിനു വന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്രയ്ക്കും വലിയൊരു അപവാദം അല്ലെങ്കിൽ അത്രയ്ക്കൊരു നാണക്കേട് തനിക്ക് ഉണ്ടാക്കിയ ഈ പറയുന്ന മറീന എന്ന് പറയുന്നുണ്ട്, എനിക്ക് എന്റെ കരിയറാണ്, എനിക്ക് അങ്ങനെ നല്ലൊരു വിസിബിലിറ്റി നഷ്ടമാക്കിയ എന്റെ അടുത്ത് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന മോട്ടിവേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞ മറീന പിന്നെ എന്തിനാണ് ആ പേളിയുടെ വിവാഹത്തിന് പോയത്? വിവാഹത്തിന് പോവുക മാത്രമല്ല, ആ പറയുന്ന റിസപ്ഷനിൽ പോയൊക്കെ എന്ത് ചെയ്തു? വളരെ നന്നായിട്ട് രീതിയിൽ പേളിക്ക് വിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സംഭവം. ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ മറീന മൈക്കിൾ ഇങ്ങനെ പറയാൻ കാരണം? ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ വന്നിട്ട് അവൾ എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഗ്രേസ് എന്നോട് അവരായിട്ട് പെരുമാറി, എന്നെ കാരവനൊക്കെ വലിച്ചടച്ചു എന്നൊക്കെ പറയാൻ കാരണമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 1-2 പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ മറീനയെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ മറീന പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മറീന പറയുന്നതിന് 2-3 പ്രാവശ്യം എന്ത് ചെയ്തു? വിളിച്ചിട്ട് വേണ്ട മാറ്റിവെച്ചൊക്കെ ചെയ്തു. ആ സമയത്ത് മറീന അവിടെ ആ പ്രോഗ്രാം ഡയറക്ടർ ആരെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ വെറുതെ കിടന്ന് വിളിക്കരുത് എന്ന് ദേഷ്യപ്പെട്ടു എന്ന് മറീന തന്നെ പറയുന്നുണ്ട്. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോ ആ ദേഷ്യപ്പെട്ട സമയത്ത് പേളിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പേളിയെ കുറിച്ച് അവൾ എത്ര ബിസിയോ, അവൾക്ക് എന്താ എത്ര ബിസി, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം മാറ്റിവെച്ചത് പേളിയുടെ എന്തെങ്കിലും പേളിയുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് നടത്താൻ പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ടാണ് ഈ പ്രോഗ്രാം 1-2 ആഴ്ച ഇങ്ങനെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ പേളിക്ക് ഇത്തിരി ബിസി ആണെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മറീനയ്ക്ക് പിടിച്ചു അവൾ ആരാ എന്നുള്ള രീതിയിൽ മറീന ചോദിച്ചു. അത് പേളി അറിഞ്ഞു. അതുകൊണ്ടാണോ പേളി പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എടുത്തോ, അവൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എടുത്തു, ഞാൻ ഈ പ്രോഗ്രാം ഞാൻ ഇനി ആങ്കർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണോ പേളി ഇറങ്ങിയത്?
വളരെ നല്ല രീതിയിൽ അങ്ങനെ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് മനസ്സിലായി. അപ്പൊ ഒരിക്കലും ഒരു കാരണവും ഇല്ലാതെ പേളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ പേളി അങ്ങനെ പോകത്തില്ല. അതുമല്ല ഇവരോടുള്ള വിരോധമാണെങ്കിൽ അതിനുശേഷം അവൾ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാതെ അതിനുശേഷം ആ പ്രോഗ്രാമേ ചെയ്തിട്ടില്ല. അതിനുശേഷം വേറെ എവിടെയാണ് വേറെ ഏത് ചാനലാണ് പേളി പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതൊന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന മറീനയ്ക്ക് ഒരു അപകർഷതാബോധം ഉണ്ടായിട്ടുള്ള ഒരു അപകർഷതാബോധം പേര് നടക്കുന്ന ഒരു പെൺകുച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം പല ഇന്റർവ്യൂസിലും ഈ പറയുന്ന മറീന പറഞ്ഞിട്ടുണ്ട്, അതായത് അവൾക്ക് കിട്ടാനുള്ള മറീനയ്ക്ക് കിട്ടാനുള്ള, അതായത് ഞാനൊരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ഞാനൊരു എന്താണ് അപ്കമിങ് പിന്നെ ഗുഡ് ആക്ട്രസ് ആണ് എന്നുള്ളൊരു പരിഗണന എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഷൂട്ടിങ്ങിൽ പോയാലും ശരി എനിക്ക് തരുന്ന റൂമുകളൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഉടുക്ക് റൂമുകളാണ്, മറ്റവർക്കൊക്കെ നല്ല രീതിയിലുള്ള റൂംസ് കൊടുക്കുന്നു. ഒരു ഇന്റർവ്യൂവിൽ ആ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു. പിന്നീട് അതുമല്ല ഞാൻ പോയി പേയ്മെന്റ് ഏതോ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട് വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ള അവരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നുണ്ട് ഇതുപോലെ. പിന്നീട് പോയി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴെന്തോ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പൈസ ചോദിച്ചു, അത് ഒരാഴ്ച എന്റെ പൈസ ഇതുവരെയുള്ള എന്റെ പേയ്മെന്റ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പിന്നീട് പ്രൊഡ്യൂസർ ഇവരടുത്ത് കയർത്തു വന്നു, ഈ മറീനെ എടുത്ത് കയർത്തു വന്നതല്ലേ ഉള്ളൂ, അതിന് മുമ്പ് നീ പൈസ ചോദിക്കണം, ഇത് ഏത് കൊച്ച് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കയർത്തു, മറീനയുടെ കയർത്തു. അപ്പൊ തന്നെ മറീന ചോദിക്കുന്നുണ്ട്, ഞാൻ ആയതുകൊണ്ടാണ് അവിടെ വേറൊരു മെയിൽ ആക്ടർ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ വലിയൊരു പിന്നീട് ഫീമെയിൽ ഫേമസ് ആയിട്ടുള്ള ഫീമെയിൽ ആക്ട്രസ് ആണെങ്കിലോ അവരിങ്ങനെ ചോദിക്കൂ, എന്റെ അടുത്ത് എന്തിനാ ചോദിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ആയിട്ട് ഇവർ പിന്നീട് ചെറിയ തർക്കങ്ങൾ ഉണ്ടാവും, ഇവർ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. മറീന ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ തന്നെ ഈ അങ്ങനെ ഒരു അപകർഷതാബോധം ഈ പറയുന്ന ആരുടെ അപകർഷതാബോധം പേര് നടക്കുന്ന ഒരു പെൺകുച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടാത്ത അവർക്ക് കിട്ടുന്ന പോലുള്ളതും എനിക്ക് കിട്ടുന്നില്ല. അല്ലെ എന്റെ കൂടെ വന്ന ഈ ഗ്രേസ് ആന്റണിയെ പോലുള്ള പെൺകൊച്ചുകൾ വരെ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു മറീനയും പറഞ്ഞ ശേഷമായിട്ടാണെന്ന് തോന്നുന്നു ഗ്രേസ് ആന്റണി ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്. എന്നിട്ടും അവർക്ക് ഈ ഗ്രേസ് ആന്റണിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു. ഈ പറയുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് മറീനയുമായിട്ട് പിന്നീട് ഇമ്പോർട്ടന്റ് ആർക്കാണ് അവിടെ ഗ്രേസ് ആന്റണിക്കാണ് അല്ലെ, ഗ്രേസ് ആന്റണിക്കും ഈ പറയുന്ന സോസിയയ്ക്കുമാണ് ആ ഒരു ഫിലിമിൽ മെയിൻ ആയിട്ടുള്ള റോൾ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കിടന്നുകൊണ്ട് മനസ്സിൽ കിടന്ന് പോയെന്നുണ്ടാവാം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഗ്രേസ് ആന്റണി ആയിക്കോട്ടെ പേളി ആയിക്കോട്ടെ അങ്ങനെ പല ആ ഇന്റർവ്യൂ തന്നെ പറയുന്നത് പല പിന്നീട് ഫീമെയിൽ ആക്ട്രസ്മാരും പല മെയിൽ ആക്ടേഴ്സും ഇതുപോലെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഈ പറയുന്ന ആരാണ് മറീന തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്ത കാര്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് അതേപോലുള്ള ഒരു കൺസിഡറേഷൻ, വലിയൊരു നടിക്ക് കിട്ടുന്ന പോലത്തെ കൺസിഡറേഷൻ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു അപകർഷതാ ബോധം, അല്ലെങ്കിൽ ഞാൻ ഒരിടത്തും എത്തിയില്ല, എനിക്ക് ബാക്കിൽ വന്നവർക്ക് എന്നെക്കാട്ട് ഉയർന്നു പോകുന്നുള്ളൂ, എനിക്ക് കിട്ടേണ്ട പരിഗണന ആരും തരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിന്റെ എല്ലാത്തിനും കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലുപരി ഈ ഒരു പേളിമാണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പേളിമാണി അന്ന് പേളിമാണി മാറി ചിലപ്പോൾ അവൾക്ക് ഹർട്ടായി കാണും. കാരണം പേളിമാണിയാണ് അത് ഹോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ജനശ്രദ്ധ നേടിയെടുത്തത് അല്ലെ. പേളിമാണിയും ഇന്ന് ലക്ഷ്മി നക്ഷത്രയും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്രം അപ്പോഴൊക്കെ വന്നതേ ഉള്ളൂ. അപ്പൊ പേളിമാണിയാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ജനശ്രദ്ധ നേടിയെടുത്തതിന് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് വന്നതിന് എന്നൊരു ചിന്ത കാണുമല്ലോ. അവിടെ വന്നതിന് ശേഷം പേളിമാണിയില്ല പുതിയൊരു ആങ്കറാണ് ഇത് നടത്തുന്നത്. ചിലപ്പം സ്വാഭാവികമായിട്ട് ഒരു ഈ പറഞ്ഞ അപകർഷതാബോധമുള്ള ഒരു പെൺകൊച്ചായിട്ട് പെട്ടെന്നൊരു ഇത് തോന്നിക്കാണും. കണ്ട എന്നിട്ട് ഞാൻ വന്നുകൊണ്ട് അവൾ പോയില്ലേ, എനിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതോട് തന്നെ നിർത്തിയിട്ട് പോകില്ല എന്നുള്ളൊരു സംഭവം തോന്നിക്കാണും എന്നാണ് എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇത് പേളിമാണിയും മാണിയെ തന്നെയാണ് പിന്നീട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതാണ്ടുള്ള 100% വേദിക്ക് പേളിമാണിയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അത് കുറിച്ചുള്ള ഒരു കോൺട്രവേഴ്സി ആവാനും പേളിമാണി ഇതിനൊരു മറുപടി കൊടുക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.